ഹലോ ഗായ്സ്, അപ്പോൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിമന്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാസ്മതി റൈസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ മസാലകളും നമ്മൾ എണ്ണയിലിട്ട് വഴട്ടാൻ വേണ്ടിയിട്ടാണ്. അതും തയ്യാറാക്കി വെക്കുക. ഇതിൻ്റെ കൂടെ ഗ്രാമ്പും കൂടി വേണം. അത് ഞാൻ എണ്ണയിലിട്ട് ഇടുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്ന വെക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതായ മസാലക്കൊക്കെ നിങ്ങൾ റെഡിയായിട്ട് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇറച്ചിയുടെ മസാലയുടെ കൂടത്ത് നമ്മൾ ഈ മാജിക് മസാലയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മസാല വെച്ച് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ ഇറച്ചിയില്ലേ, അത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ട് ഒരു 15 മിനിറ്റ് പുഴുങ്ങി എടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കി തിരിച്ചു മറിച്ച് ഇങ്ങനെ ഒരു 15 മിനിറ്റ് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇതിൽ തേച്ചിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ മാജിക്കിൻ്റെ ക്യൂബും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് പുരട്ടിയിട്ടാണ് 2 മണിക്കൂറാണ് ആ ചിക്കൻ വന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ അടുത്തതായിട്ട് ഒരു വലിയ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കാണിച്ച മസാലകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. അതും കൂടി എടുത്തിട്ട് നല്ലോണം വഴട്ടിയെടുക്കുക. ഈ മസാല നല്ല വഴണ്ട് വന്ന ശേഷം ഞാൻ 2 സവോള നീളത്തിൽ അരിഞ്ഞതാണ്, 2 സവോളയും പിന്നെ ഒരു വലിയ ക്യാപ്സിക്കമും പിന്നെ ഒരു 3 പച്ചമുളകും കൂടിയാണ്. അതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇടുവാണ്. ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഈ നല്ലോണം വഴറ്റി ഒത്തിരി മൊരിയണ്ട, സവോള ഒന്നും ഒത്തിരി ഈ ഗോൾഡൻ ഫ്രൈ ഒന്നും ആക്കേണ്ട. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന് കിട്ടിയാൽ മാത്രം നമുക്ക് മതി. അപ്പോൾ നല്ല വേവിച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ നല്ല വഴറ്റിയെടുക്കാം. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനിവിടെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് വഴറ്റണം. ഉപ്പ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത ശേഷമാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് നമ്മളിപ്പോഴാണ് ഉപ്പിട്ടുന്നത്. ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്ത് വെച്ച വെള്ളമില്ല, അതും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഞാൻ തിളപ്പിക്കാൻ വരണം. തിള വന്ന ശേഷം ആണ് നമ്മൾ അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഞാൻ അരിക്ക് പാകമായിട്ടുള്ള വെള്ളമാണ് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ഞാൻ ഇവിടെ 2 ഗ്ലാസ് ബാസ്മതി റൈസിന് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചിക്കൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി അതിൽ ഒഴിച്ച് വെച്ചിരുന്നത് ഇഡ്ഡലി പാത്രത്തിൽ. അപ്പോൾ ആ സ്റ്റീം ചെയ്ത വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വിട്ടത്. തിള വന്ന ശേഷമാണ് നമ്മൾ കുതിർത്ത് വെച്ച അരി എടുത്ത് നമ്മൾ വെച്ച് വേവിക്കണം. ഇപ്പോൾ ആദ്യം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് നമ്മൾ അരി വേവിക്കാൻ വിടേണ്ടത്. ഈ അരി വെന്ത് കിട്ടുന്ന സമയത്ത് നമ്മളൊരു ചെറിയ പാൻ എടുത്തിട്ട് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ചിക്കൻ പീസസ് എടുത്ത് വെച്ച് മുറിച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മുറിച്ചെടുക്കുക. പിന്നെ 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് കാണുമ്പോൾ നമ്മൾ അരിയൊക്കെ വെന്തിട്ടുണ്ടാവും. നമ്മൾ ഇളക്കി നോക്കുവാണ്. ഞാൻ ഇളക്കി നോക്കുമ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഈ പൊടിച്ച് വെച്ച ചിക്കനില്ല, അതും കൂടി എടുത്ത് മുകളിൽ വെച്ചിട്ട് ഒരു 4-5 ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വെച്ചിട്ട് പിന്നെ വന്നിട്ട് ചാർക്കോൾ വേണം. അത് കരി വേണം. കരിക്ക് വേണ്ടിയിട്ട് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ചിരട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. ചിരട്ടക്കരി എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് അതിൽ പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇപ്പോൾ സ്മോക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ആ കരി എടുത്ത് അകത്ത് വെക്കുവാണ്. അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുമ്പോൾ
നമുക്ക് ഈ സ്മോക്ക് വരും. ആ സ്മോക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആ സ്മോക്കിൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ സ്മോക്ക് ഫുള്ള് അകത്ത് കയറി. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും അപ്പം ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ് നോക്കി അഭിപ്രായം പറയുക. അപ്പോൾ see you guys, see you in the next video. Bye.